LDC പരീക്ഷയിൽ എനിക്ക് ഏകദേശം 20-ൽ 15-ന് മുകളിൽ എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയാനാണ് കേട്ടോ. കാരണം ഇക്കഴിഞ്ഞ ഞാനിവിടെ തന്നിരിക്കുന്ന LDC പരീക്ഷയിൽ എനിക്ക് ഏകദേശം 20-ൽ 15-ന് മുകളിൽ എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മാർക്കും ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അപ്പോൾ നേരെ പോയാലോ ടിപ്സിലേക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്, കേരള PSC പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളത് അല്ലേ. പക്ഷേ പലരും ദിവസവും കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടും പരീക്ഷയിലും ഓർമ്മയിൽ വരാറില്ല എന്ന് പറയാറുണ്ട് അല്ലേ. ഇനി ഞാൻ പറയുന്ന ഈ 5 മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് കൂടുതൽ പഠിക്കാനും അതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാനും കഴിയും കേട്ടോ. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ദിവസവും പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിവസവും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മാറ്റി വെച്ചിട്ട് അതിലെ അതായത് അന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടാവില്ലേ, അത് മാത്രം പഠിക്കുക. അല്ലാതെ വലിച്ചു വാരി പഠിക്കുന്ന ആ പരിപാടി വേണ്ട. ദിവസേന പഠിക്കുന്ന സമയത്ത് നമ്മളുടെ പഠനഭാരം എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതുപോലെ ഓർമ്മയും കൂടുതൽ നിലനിൽക്കും. നമ്മളിപ്പം ഈ ലോങ് വീഡിയോസിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ കാണും. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ട് എല്ലാം നമ്മുടെ മൈൻഡിൽ നിൽക്കണമെന്നൊന്നുമില്ല. അതേസമയം ഷോർട്സാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിലേകദേശം ഒരു 5-6 കറണ്ട് അഫയേഴ്സ് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ വഴി തന്നെ ഷോർട്സാണ് കൂടുതലായിട്ടും ഇടുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് ഷോർട്സ് ആയിട്ടിടും. ഒരു ദിവസം തന്നെ 2-3 ഷോർട്സ് വെച്ചിട്ടിടുമ്പം ഒരു ഷോർട്സിൽ 5-6 കറണ്ട് അഫയേഴ്സ് കിട്ടും നിങ്ങൾക്ക്. അപ്പം അത് നമ്മളത് ജസ്റ്റ് വായിച്ച് പോവല്ല വേണ്ടത്, അത് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഒരുപാട് ഉള്ളതുപോലെ തോന്നില്ല, ഒരു ബോറടി ഉണ്ടാവില്ല. കുറച്ചായിട്ടല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു രീതിയാണ് ഞാൻ ഒന്നാമത്തെ ടിപ്പായിട്ട് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രധാന കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. അതായത് ഓരോ വാർത്തയിലും ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് മുഴുവൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട പേര്, തീയതികൾ, സ്ഥലങ്ങൾ, പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ നിയമനങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. മൂന്നാമത്തെ ടിപ്പാണ് ആഴ്ചയിൽ ഒരു ദിവസം റിവിഷൻ ചെയ്യുക എന്നുള്ളത്. നമ്മളിതിപ്പോൾ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല റിവിഷൻ ചെയ്യാണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയും ഒരു ദിവസം നിങ്ങൾ ആ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് മുഴുവൻ വീണ്ടും ഒന്ന് നോക്കി നോക്കിയേ. ഇപ്പം നിങ്ങൾ GK പഠിക്കുമ്പോഴായാലും വീക്കിലി റിവിഷൻ നടത്തുന്നില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കേസും. അതും വീക്കിലി റിവിഷൻ ചെയ്യണം. മനസ്സിലായല്ലോ. ഇങ്ങനെ നമ്മൾ വീക്കിലി റിവിഷൻ ചെയ്യുമ്പം നമ്മുടെ മൈൻഡിൽ അത് സെറ്റാവും. അപ്പോൾ എനിക്ക് എന്താ പറയുക, എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പഴയ PSC ചോദ്യങ്ങളില്ലേ, അത് നോക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് അത് പഠിക്കുക. നിങ്ങൾ മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിക്കോ. അപ്പം പ്രിലിമിനറി പരീക്ഷയാണെങ്കിൽ അത് ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അടുത്ത എക്സാമിന് നിർബന്ധമായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണമെന്ന് പറയുന്നത്. പിന്നെ PSC അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണോ ചോദിക്കുന്നത്, കൂടുതൽ ആഴത്തിൽ പഠിക്കണോ അല്ലെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. മാത്രമല്ല ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുമ്പം കൂടുതൽ അനാവശ്യമായിട്ട് ഒരുപാട് വലിച്ചുവാരി പഠിക്കുന്നതും ഒഴിവായി കിട്ടും. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് എന്താ പറയുക കളയേണ്ടി വരില്ല. അഞ്ചാമത്തെ ടിപ്പാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറയുന്നത്. അതായത് ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സ് ക്വിസോ അല്ലെ പോള് ചെയ്യുന്നതോ, ടെലഗ്രാമിലൊക്കെ ഉണ്ടാവുമല്ലോ പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ള GK ക്വസ്റ്റ്യൻസ് നമ്മളങ്ങനെ ചെയ്യാറില്ലേ, അതായത് എന്താ പറയുക മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുന്നില്ലേ, PYQ നോക്കുന്നുണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുന്നുണ്ട്. അതേ പ്രാധാന്യം നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിനും കൊടുക്കണം. ഞാനിങ്ങനെ ഇതൊക്കെ എടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ കറണ്ട് അഫയേഴ്സിൽ വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു പഠനത്തിൽ ഞാൻ നല്ല മാറ്റങ്ങൾ, അതായത് ഞാനിപ്പം പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച ശേഷമാണ് എനിക്ക് ഇത്രയും സ്കോറ് കൂടുതൽ കിട്ടിത്തുടങ്ങിയത്. മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊന്നും വെറുതെ നമ്മളിങ്ങനെ വായിച്ച് വിട്ടാലൊന്നും നമുക്ക് എക്സാം ഹാളിൽ എഴുതാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നിങ്ങളോട് ഫോളോ ചെയ്യാൻ
ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സ്ഥിരതയാണ് കേട്ടോ. എന്താ വെച്ചാൽ ദിവസവും നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഈ കറണ്ട് അഫയേഴ്സിന് പഠിക്കാൻ തന്നെ നിൽക്കണം. അതായത് നമ്മൾ എന്താ പറയുക, മലയാളവും മാത്സും നമ്മൾ നോക്കുന്നില്ലേ ഡെയിലി, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും നോക്കണം. ഡെയിലി കറണ്ട് അഫയേഴ്സും കൂടി നോക്കിയാലേ കാര്യമുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയും ചെയ്യുക, സ്ഥിരമായിട്ട് റിവിഷൻ നടത്തുകയും ചെയ്താൽ PSC പരീക്ഷയിൽ നിങ്ങൾ നോക്കിക്കോ, അടുത്ത എക്സാമിൽ അതായത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സാം ഏതാണോ വരുന്നത് അതിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പത്. ഓക്കെ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു മെത്തേഡാണ്, ഞാൻ ഫോളോ ചെയ്ത മെത്തേഡാണ്. അതിൽ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് മാർക്കിൽ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡെയിലി ഇങ്ങനെ ഷോർട്സായിട്ട് ഇത് കറണ്ട് അഫയേഴ്സ് ഷോർട്സായിട്ട് വേണമെന്നുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല കഴിഞ്ഞ LGS എക്സാമിന് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, അത് നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വരുന്ന 10th പ്രിലിംസിനൊക്കെ